ഈ യാത്രയെന്ന് പറയുന്നത് 2-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ട് ഒരു പരിപാടിയില്ല. പൊതു അവധിയാണ്. വണ്ടിയിൽ ഇന്ധനം നിറച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു പടത്തിന് പോവുകയാണ്. സാധാരണ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബിവറേജിലോ അല്ലെങ്കിൽ ബാറിലോ പോയി 2 10ml അടിച്ച് സുഖമായിട്ട് കിടക്കും. പക്ഷേ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പടം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏത് പടം കാണണമെന്ന് നോക്കുമ്പോഴാണ് കാന്താര 2 ഇന്ന് റിലീസാണ്. അപ്പം വിചാരിച്ച് കാന്താര പോയി കാണാമെന്ന്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. നമ്മളെ ഗവൺമെൻറ്റിൻ്റെ അതിമനോഹരമായ റോഡിലൂടെയാണ് നമ്മൾ പടം കാണാൻ പോകുന്നത്. കുണ്ടും കുഴികളും കട്ടറുകളും ഒന്നും ഇല്ലാത്ത നല്ല റോഡ് കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ 3 പേരാണ് പടം കാണാനായിട്ട് പോയത്. നമ്മുടെ വർക്കലയിലുള്ള SR തിയേറ്ററിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നത്. പടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എത്തിച്ചേർന്നു. വലിയ ആൾക്കൂട്ടമൊന്നും കണ്ടില്ല. നമ്മൾ നേരെ തിയേറ്ററിനകത്തേക്ക് കയറി. പടത്തിൻ്റെ റിവ്യൂസോ കാര്യങ്ങളോ ഒന്നും നോക്കാതാണ് നമ്മൾ വന്നത്. ആൾക്കൂട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷനായി. നേരെ തിയേറ്ററിനകത്തേക്ക് കയറി. ഞങ്ങൾ 3 സിനിമ കാണാനായിട്ട് വന്നത്. ബാൽക്കണിയിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. എനിക്ക് തോന്നുന്നു ബാൽക്കണിയുള്ള ഇവിടുത്തെ ഒരു തിയേറ്റർ എന്ന് പറയുന്നത് ആകെ ഒരു തിയേറ്റർ എന്ന് പറയുന്നത് ഈ SR മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഏതെങ്കിലും തിയേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് തിയേറ്ററിനകം. ഇതാണ് ആ ഒരു വിഷ്വൽ എഫക്റ്റ്. പടത്തിൻ്റെ ടൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്തത് മുകേഷ് കയറി വന്നു ഗൈസ്. പടത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാനൊരു റിവ്യൂ ആയിട്ട് എൻ്റെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. പടം കണ്ടിറങ്ങിയതിന് ശേഷം നേരെ വർക്കലയിലുള്ള തട്ടുകടയിലേക്ക് കയറി. ഇത് നമ്മൾ റൗണ്ട് ബോട്ടിൻ്റെ അവിടെ വരുന്ന കാന്താരി ചിക്കൻ കിട്ടുന്ന കടയാണ്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കാന്താരി ചിക്കൻ തീർന്നുപോയി. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഞങ്ങൾ ദോശയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ചേട്ടൻ കൊണ്ടുവന്നത് പൊറോട്ടയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ദോശയും പൊറോട്ടയും കഴിക്കാമെന്ന് വിചാരിച്ചു. നൈറ്റ് പൊറോട്ട കഴിച്ചാൽ എനിക്ക് സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ദോശയാണ് കഴിച്ചത്. നേരെ ഫുഡ് കഴിച്ച് വീട്ടിലേക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്.